ഇന്ന് ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റു കേട്ടോ. ഇപ്പം 7:10 7:15. എയർപോർട്ടിൽ പോകണം എനിക്ക്. അതാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റത്. കുറേ നാളായിട്ടോ ഞാൻ ഈ സൺലൈറ്റ് കിട്ടാറുണ്ട്, പക്ഷേ ഈ രാവിലത്തെ ആ ഒരു ഇത് കൊള്ളാം. ഓക്കെ, 8 മണി. ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുടി ഉണങ്ങിയിട്ടില്ല. സോ വെറുതെ ക്ലിപ്പിട്ടിട്ടേക്കട നേരെ വെച്ചിലെടുത്തിട്ട്. വണ്ടി വന്നിട്ടില്ല, എത്തും. ഞാനിവിടെ എത്തി വെയിറ്റിംഗ് കേട്ടോ. ഇതുവരെയായിട്ടും വന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് സമയം എടുക്കുക. ദോശയാണ്, പക്ഷെ അവർ കൊണ്ടുവന്നത് മസാല ദോശ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം പറഞ്ഞ ദോശയാണെന്ന്. പിന്നെ അവർ മാറ്റിയില്ല. ഞാൻ അതുകൊണ്ട് തിന്നുമില്ല, എനിക്കത് ഇഷ്ടമായില്ല. ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏടയായിട്ട് നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ഇവിടേക്കാട്ടോ വന്നത് ഫുഡ് കഴിക്കാൻ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ്. ഹായ്, വെൽക്കം. ഞാൻ ഇപ്പോഴാണ് വെൽക്കം പറയണേ. ഇന്ന് സൺഡേ ആണ്. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ റൂംമേറ്റ് നാട്ടിൽ പോയിട്ട് ഇനി റിട്ടേൺ വന്നു കേട്ടോ. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ പോയത്. അപ്പോൾ വന്നിട്ട് നമ്മൾ എല്ലാം പെട്ടിയും തുറന്നു. വന്നിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോയതുകൊണ്ട് ഓക്കെ. ഇതില്ലേ, ഓണത്തിന് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് സാരി കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. സെറ്റ് സാരി ഓണാവാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ഇതെൻ്റെ സാരിയുടെ ബ്ലൗസ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് സെറ്റ് സാരി ഞാൻ ആദ്യമായിട്ടാണ് നോക്കണത്. ഓണത്തിന് എടുത്തിട്ട് കാണും. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഓ, ഇത് കുറേ ചോക്ലേറ്റ് മിഠായി ആണല്ലോ. എനിക്കിപ്പോൾ ആരാ പുറത്തു പോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ഭയങ്കര ചങ്ങി എൻ്റെ കൈമയായി എടുത്തപ്പോഴേക്കും. എല്ലാം ഇതായിട്ടുണ്ട്. പക്ഷേ പാവൻ്റെ അമ്മച്ചി എനിക്ക് തരാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചേക്ക്. ഓ ദൈവമേ, ഇത് അലിഞ്ഞു പോയിട്ടോ. നോക്കി നിന്റെ ചോക്ലേറ്റ് പുറത്തു പോതേക്കും. ഓ, എൻ്റെ ദൈവമേ, ഇത് ഞാൻ എനിക്ക് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞും ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഞാനിപ്പോൾ കൈയിട്ട് തിന്നേണ്ടി വരും. ഇത് ഇതിപ്പോൾ ഞാൻ
വാങ്ങിച്ച എല്ലാ സാധനങ്ങളും പണ്ട് തൊട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഇതുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിടുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഒരു തവണ വാങ്ങിച്ചാൽ പരമാവധി കുറേ നാളത്തേക്ക് യൂസ് ആക്കുന്ന തരത്തിലായിരിക്കും ഞാൻ എടുത്ത് വെക്കുക. ഓക്കെ, ഇതെനിക്കിപ്പോൾ എന്തായാലും ആവശ്യം വരും. ഈ ഒരു കളർ പക്ഷെ എൻ്റെ ഒരു ധാവണിയുടെ ഒപ്പം ഇടാൻ വേണ്ടി വാങ്ങിച്ചാണ്. പിന്നെ കല്യാണത്തിനൊക്കെ റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിനാണ് ഇതൊക്കെ കെട്ടുകൂടി എടുക്കുകയാണ്. പിന്നെ ഈ ഒരു മാല ഇതെനിക്ക് എൻ്റെ ചേട്ടൻ വാങ്ങിക്കുന്നതാണ്. ഇതൊക്കെ ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റും ഗ്രീനും. അമ്മ എനിക്കൊരു പച്ച ബ്ലൗസ് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് സാരിയുടെ ഒപ്പം ഇടായിരുന്നു അല്ലേ. ഞാനിങ്ങനത്തെ തൂക്കമുള്ള കമ്മൽ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. നോർമലി എനിക്ക് ഇങ്ങനത്തെ ഉള്ളത് ഇഷ്ടമല്ല. ചെറിയൊരു ഇതാണ് ഇഷ്ടം. ഇനി മെയിൻ ഐറ്റം, ഇത് കിട്ടാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ സെറ്റാണ്. ഇതാണ് ഞാൻ കാത്തിരുന്ന സാധനം. ഇതെനിക്കൊരു പുതിയ സാരിയാണ് കേട്ടോ. വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. സോ എനിക്ക് അവർ സാരി എടുത്തു തന്നതാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ സാരിയുടെ ഒപ്പം നമുക്ക് മറ്റേ ഇത് ചേർക്കാന്ന്. ഞാൻ നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഇത് ഞാൻ വേഗം ഇതിൻ്റെ ബ്ലൗസ് സെറ്റാക്കിയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്തിരുന്നുണ്ട്. എനിക്ക് ഈ സാധനം ഇഷ്ടമായിട്ടുണ്ട്. അല്ല സല്ലേ, അടുത്തത് വീട്ടിൽ നിന്ന് വന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ചക്ര ഇതൊക്കെ എടുത്ത് വെച്ച് ഓണത്തിന് എടുക്കാം. ഇന്ന് പറിച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് കണ്ടറിയാം. പക്ഷെ പേടിക്കൊണ്ട് ഇതൊക്കെ ലൈനിൽ കായ വറുത്തത്, കപ്പ വറുത്തത്. കപ്പ വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുറുക്ക് മൂന്നുണ്ട്. എല്ലാം മൂന്നാണ് എല്ലാം മൂന്നാണ് വെച്ചിട്ടാണ്. പിന്നെ ഇത് ചക്കക്കുരു, ഒരു മുറി തേങ്ങയാണ് കേട്ടോ. ചക്കയും ചക്കക്കുരു ഞാൻ പറഞ്ഞിരുന്നു. ആ ചക്ക മുറിക്കുന്നതാണ്. ഇത് ഇന്നലെ അപ്പച്ചനെ ഇട്ടിട്ട് അപ്പച്ചൻ തന്നെ ചോള കഴിഞ്ഞ് എടുത്ത് വെച്ചതാണിത്. പക്ഷെ ഇതിന് ഇത് വന്നു കേട്ടോ. അപ്പച്ച ഇത് പഴുത്തൂട്ടാ. പച്ചച്ചക്ക തരാൻ പറഞ്ഞിട്ട് ഇതാണ് എനിക്ക് നന്നാക്കി തരാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ തരാനല്ല പറഞ്ഞത്. ഇതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇത് രണ്ട് സെപ്പറേറ്റ് ആക്കി ഇട്ടുതരാനാ പറഞ്ഞത്. ഇത് ഉണക്കമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇത് പപ്പടം, ഇത് അച്ചാറാണ് കേട്ടോ. ഇത് 2 അച്ചാറുണ്ട്. ഇത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ അല്ല. പാവയ്ക്കച്ചാറും പുളിഞ്ചിയും. ഇത് 2. ഇപ്പം 4 മണിയായിട്ടോ. ഇപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കണത്. ഞാൻ ആ സാധനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കി വെച്ചു. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ചോറ് ഇത്തിരി വേവ് കൂടിപ്പോയിട്ടോ. പക്ഷെ ലഞ്ച് എൻ്റെ ഡ്യൂട്ടി അല്ലേ. ഇത് ചിക്കൻ്റെ കുറുമക്കറിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. എൻ്റെ ഇഷ്ടൂൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ചോറല്ല കേട്ടോ, അപ്പമാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന പാവയ്ക്കച്ചാറ്. പാവയ്ക്കച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പാവയ്ക്കച്ചാർ ജീവനാണ് കേട്ടോ. വാട്ട് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ സമ്മർ സ്റ്റോറിൻ്റെ ഓഫർ ഉണ്ട്, അങ്ങനെ വാങ്ങിച്ചതാണ്. എങ്ങനെ ഉണ്ടത് നോക്കട്ടെ. ഞാൻ അങ്ങനെ കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ 1 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. 3 ഇതുണ്ട്. കളർ, ഈ കളർ കോമ്പിനേഷൻ ഇതിന് 200 സംതിങ് എന്താണ്. ഇത് വേറൊരു കളർ കൂടി ഉണ്ട്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കയ്യിലുള്ളതും പിങ്ക് കളറാണ്. ഇതിനേക്കാളും കുറച്ചും കൂടി കളർ കൂടുതലാണ്. ഇതാണ് എൻ്റെ ലൈറ്റ് കളർ. ഇതെനിക്കിഷ്ടമായി. എനിക്ക് ഇതും ബ്ലൂ ആണ് ഇഷ്ടമായത്. നല്ല രസമല്ലേ? യെസ് ഇത് സെറ്റാണ്. ഇപ്പം സമയം 7 ആവാനായിട്ടോ. ഫുഡും കഴിച്ച് ആ ബോക്സൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങിപ്പോയി. എന്താ ഇങ്ങനെ കിടന്നുറങ്ങിയത്? ഓക്കെ, ഉറങ്ങാൻ പകലുറക്കം എനിക്കില്ലാത്തതാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഫോണിൽ നെറ്റില്ല. നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കിടന്നുറങ്ങണം. ഇവിടുത്തെ വൈഫൈ കണക്ഷൻ എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നെറ്റൊക്കെ തീരുമ്പോഴാണ് ഓക്കെ. ഇനിയിപ്പോൾ ഒന്ന് പുറത്ത് പോകണം. ഒരുപാട് ഉറങ്ങിയതുകൊണ്ട് ആ ഒരു ഉറക്കക്ഷീണം പോയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു കേട്ടോ. പച്ചക്കറികളല്ല, ചക്കക്കുരു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലൊക്കെ ഇട്ട് കറി വയ്ക്കാൻ അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് സവാളയും തക്കാളി. ഇതൊരു കറിക്ക് കൊടുക്കും. മാങ്ങ വാങ്ങിച്ചു ഞാൻ. പഴം, ചിക്കൻ ഫ്രൈ. ഇവിടുന്ന് മോമോസ് വാങ്ങാൻ വേണ്ടി നിൽക്കാം. ഇതൊന്ന് കുളിക്കണം. മുടിയിൽ എനിക്ക് എണ്ണയിലേക്ക് ഒട്ടും പറ്റത്തില്ല. ഇതിപ്പോൾ മൊത്തം ഓക്കെ. മാർക്കറ്റിൽ പോയി ഒന്ന് കുളിക്കണം. തലയിലൊട്ടും എണ്ണയില്ല. ഇന്ന് പുറത്ത് പോയപ്പോൾ ഷാമ്പു ഇട്ടതുകൊണ്ട്. കുളിച്ചു. കുളി കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടോ. പക്ഷേ ഇനി എനിക്ക് ഗ്ലാസ് ചായ കൂടി വേണം. ഈ പകൽ കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ പോയി. ഇനിയിപ്പോൾ ചായ ഇടട്ടെ. വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. സാധാരണ ചൂടൻ വെള്ളമായിരിക്കും കിട്ടാറ്. 2 ദിവസമായിട്ട് മഴയുണ്ട്. ഇപ്പോൾ മഴ പെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഇപ്പം എന്തായാലും അന്തരീക്ഷം നല്ലതാണ്. ഇത് കൊള്ളാം. ചായ ഞാൻ പോയി ഉണ്ടാക്കി എടുത്തിട്ട് വന്നു. ചായ കപ്പ വറുത്തത് കൊണ്ടുവന്നതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ കപ്പ വറുത്തതാണ്.
ഇപ്പോൾ നെറ്റ് ശരിയായിരിക്കുന്നുണ്ട്. ഞാൻ ഹോട്ട്സ്പോട്ടിൽ ഇത് കാണണം എനിക്കിനിപ്പോൾ. ഇപ്പോൾ സമയം 10 എത്ര മണിയായിട്ടുണ്ടാവും? 10:45 ടൈം 10:45 ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പതുക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ രാത്രി ഫുഡ് കഴിക്കൽ ലേറ്റായിട്ടാണ്. പിന്നെ ചോറ് കഴിക്കാൻ ചാൻസ് തീരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചതുകൊണ്ട് അതെന്തെങ്കിലും ആയിരിക്കുള്ളൂ. മുടി കെട്ടി വെച്ചിട്ട് തലവേദന എടുക്കണോ അല്ലെങ്കിൽ തലവേദന എടുത്തിട്ട് പോയോ?